വിപ്രോയുടെ 250 രൂപ ബൈബാക്ക് എച്ച് സി എല്ലിലെ വമ്പൻ വീഴ്ച അവസരം മുതലാക്കാൻ നിങ്ങൾ റെഡിയാണ്. ഈ ആഴ്ചയിലെ ഹൈ പ്രോബബിലിറ്റി സ്റ്റോക്കുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ പേടിച്ചിരിക്കുന്നതിന് പകരം നല്ല ക്വാളിറ്റി സ്റ്റോക്കുകളിൽ കുറഞ്ഞ വിലയിൽ നിക്ഷേപിക്കാൻ പറ്റിയ അവസരങ്ങൾ, അതായത് ബോട്ടം ഫിഷിംഗ് ഓപ്പർച്യൂണിറ്റികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന ആഴ്ചയിൽ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യേണ്ട ചില സ്റ്റോക്കുകളാണിത്. ഇനി പറയുന്ന സ്റ്റോക്കുകളിൽ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കൊണ്ട് നടക്കുന്ന സ്റ്റോക്കാണ്. ആ സ്റ്റോക്കുകളുടെ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു പെർഫോമൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ വിപ്രോ, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, HCL ടെക്നോളജീസ്, ഏഷ്യൻ പെയിന്റ്സ്, വേദാന്ത എന്നീ 5 സ്റ്റോക്കുകളുടെ ലേറ്റസ്റ്റ് ന്യൂസ്, ടെക്നിക്കൽ ലെവലുകൾ, പിന്നെ എന്തുകൊണ്ട് ഈ സ്റ്റോക്കുകൾ അടുത്ത ആഴ്ച നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം എന്നതിന്റെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതോടെ ഈ മാർക്കറ്റ് കറക്ഷനിലെ അവസരങ്ങൾ മുതലെടുക്കാനും അടുത്ത ആഴ്ചയിലേക്ക് ഫുൾ ആയിട്ട് റെഡി ആകാനും നിങ്ങൾക്ക് പറ്റും. അപ്പൊ നമുക്ക് തുടങ്ങാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് പെട്ടെന്ന് ഒന്ന് നോക്കി വരാം. ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് തന്നെയാണ് എന്നാണ് ഏതാണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിലാണ് സ്റ്റോക്ക് ഉള്ളത്. മെയ് 1 അവധിയായിരുന്നതിനാൽ മെയ് 4 തിങ്കളാഴ്ച പുതിയ സെഷൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നിഫ്റ്റി 50ക്ക് 23,700-നും 23,750-നും ഇടയിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 24,500-ൽ ഒരു പ്രധാന റെസിസ്റ്റൻസ് നേരിടേണ്ടി വരും. നിലവിൽ മാർക്കറ്റിൽ നേരിയൊരു കറക്ഷൻ ഉള്ളതിനാൽ മികച്ച ക്വാളിറ്റി ഓഹരികളിൽ ചെറിയ പ്രൈസിൽ നിക്ഷേപം നടത്താൻ അഥവാ ബോട്ടം ഫിഷിംഗ് നടത്താൻ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഓവർസോൾഡ് RSI ലെവലുകളും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് വാർത്തകളും കാരണം അടുത്ത ആഴ്ചയിൽ മികച്ച മുന്നേറ്റത്തിന് സാധ്യതയുള്ള ആ 5 സ്റ്റോക്കുകളിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്ക് IT-യിലെ പ്രമുഖരായിട്ടുള്ള വിപ്രോയാണ്. ഓൾറെഡി നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ 200 രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വിപ്രോയെ നമ്മൾ വീണ്ടും പരിഗണിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി 15,000 കോടി രൂപയുടെ ഒരു ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് 250 രൂപ വിലയ്ക്കാണ് ബൈബാക്ക് നടക്കുന്നത്. ഇത് നിലവിലെ മാർക്കറ്റ് വിലയേക്കാൾ ഏതാണ്ട് 25% പ്രീമിയത്തിലാണ് ബൈബാക്ക് ചെയ്യുന്നത്. സ്റ്റോക്കിനൊരു സേഫ്റ്റി കുഷൻ നൽകുന്നു. അതായത് ഒരു പരിധി വരെ വില താഴേക്ക് പോകാതെ സംരക്ഷിക്കാൻ ഈ ബൈബാക്ക് സഹായിക്കും. ടെക്നിക്കലി നോക്കിയാൽ സ്റ്റോക്കിന്റെ RSI അഥവാ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ലെവൽ 40-ന് താഴെയാണ്. സ്റ്റോക്ക് ഓവർസോൾഡ് ആണെന്നും റിസ്ക് കുറവാണെന്നും നമുക്ക് സൂചനകൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സിന് സ്റ്റോക്ക് 250 രൂപ കടക്കാനുള്ള ഒരു പ്രതീക്ഷ മുന്നിലുണ്ട്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഒരു ന്യൂസ് അവരുടെ കയ്യിൽ രഹസ്യമായിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പോസിറ്റീവ് മൊമെന്റം കളയാതെ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി മുതലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഷോർട്ട് ടൈമിൽ 210 മുതൽ 225 വരെ പെട്ടെന്നുള്ള ഒരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ സ്റ്റോക്കിന്റെ ഒരു സപ്പോർട്ട്, റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് നമുക്ക് കിടക്കാം. ബാങ്കിംഗ് സെക്ടറിൽ നിന്നുള്ള കൊട്ടാക് മഹീന്ദ്ര ബാങ്കാണ്. അടുത്തിടെ നടന്ന സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം ഏതാണ്ട് 383 രൂപ പ്രൈസിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ ഇതാണ്: എന്തുകൊണ്ടാണ് കൊട്ടാക് ബാങ്ക് വളരെയേറെ ശ്രദ്ധേയമാകുന്നത്? സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം ഷെയറുകളുടെ എണ്ണം കൂടിയത് സ്റ്റോക്കിന്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ തീർച്ചയായിട്ടും ഇത് സഹായിക്കും. ബാങ്കിംഗ് സെക്ടറിലെ മറ്റ് സ്റ്റോക്കുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത മുന്നിലുണ്ട്. മീൻ റിവേർഷൻ ട്രേഡിംഗിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒന്നായിട്ട് നമുക്ക് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിനെ കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ടെക്നിക്കൽ ലെവലുകൾ നോക്കാം. ആ സ്റ്റോക്കിന് 375 രൂപയിൽ ഒരു പ്രധാന സപ്പോർട്ട് സോൺ ഉണ്ട്. ഈ ലെവലുകളിൽ ഒരു നല്ല ബൗൺസ് ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ട് ലെവലുകൾക്ക് താഴെ ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് പരിഗണിക്കാവുന്നതാണ്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 400 മുതൽ 445 വരെയാണ് അനലിസ്റ്റുകൾ കാണുന്ന ഫസ്റ്റ് ടാർഗറ്റ്. ഈ സ്റ്റോക്കിന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഈ ഒരു മൂവിംഗ് ആവറേജുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലിസ്റ്റിന്റെ പകുതി എത്തിക്കഴിഞ്ഞു. വളരെ ആകർഷകമായ ബൈബാക്ക് പ്രഖ്യാപിച്ച IT കമ്പനിയെയും സ്പ്ലിറ്റിന് ശേഷം മികച്ച അവസരം നൽകുന്ന ബാങ്കിംഗ് സ്റ്റോക്കിനെയും നമ്മൾ കണ്ടു. അടുത്ത സ്റ്റോക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും. അപ്പൊ നമുക്ക് മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. HCL ടെക്നോളജീസ്. നിലവിൽ 1199 പ്രൈസ് റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. HCL ടെക് ശ്രദ്ധേയമാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള $1 മില്യൺ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തുകയാണ്. സ്റ്റോക്കിന്റെ ഡെയിലി RSI 28 എന്ന ലെവലിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ടെക്നിക്കലി
എക്സ്ട്രീം ഓവർസോൾഡ് ആണ്. അതായത് സ്റ്റോക്ക് അതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ കുറഞ്ഞ വിലയിലാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ലാർജ് ക്യാപ്പ് IT സ്റ്റോക്കുകളിൽ നിലവിൽ ഏറ്റവും ആകർഷണീയമായ വാല്യുവേഷൻ ലഭിക്കുന്ന HCL ടെക്നോളജി വളരെ നല്ല ഒരു സെലക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ IT സെക്ടറിൽ ഒരു റിക്കവറി ഉണ്ടാകുമ്പോൾ ആദ്യം മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ് HCL ടെക്നോളജീസ്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിലാണ് ട്രേഡ് ചെയ്യുന്നത്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് 1300, സെക്കൻഡ് സപ്പോർട്ട് 1400 എന്നിവയാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. നല്ല ഒരു പോസിറ്റീവ് മൊമെന്റ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന IT സ്റ്റോക്ക് തന്നെയാണ് HCL ടെക്നോളജീസ്. തീർച്ചയായിട്ടും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ ഒന്നായിട്ട് HCL ടെക്നോളജീസ് മാറുകയാണ്. അപ്പോൾ അവരുടെ ടെക്നിക്കൽ ചാർട്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മൂവിംഗ് ആവറേജുകളൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നാലാമത്തെ സ്റ്റോക്ക് ഏഷ്യൻ പെയിന്റ്സ് ആണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ അനലൈസ് ചെയ്ത സ്റ്റോക്കാണ്. പെയിന്റിംഗ് സെക്ടറിലെ അധികായനാണ് ഏഷ്യൻ പെയിന്റ്സ്. നിലവിൽ 2444 റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്കിന്റെ ഒരു മൂവ്മെന്റ് നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു വർഷത്തിനിടെ ഏകദേശം 36% ഒരു കറക്ഷൻ നേരിട്ട ബ്ലൂ ചിപ്പ് സ്റ്റോക്കാണ് ഏഷ്യൻ പെയിന്റ്സ്. തീർച്ചയായിട്ടും ബിർള ഓപ്പസിന്റെ ആ ഒരു കടന്നുവരവ് നല്ല രീതിയിലുള്ള ഒരു പുൾ ബാക്ക് അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഏഷ്യൻ പെയിന്റ്സ് ഇപ്പോൾ പരിഗണിക്കേണ്ടത്? ക്രൂഡ് ഓയിൽ വിലയിൽ കണ്ടുവരുന്ന അസ്ഥിരത കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ തരുന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് കമ്പനിയുടെ മാർജിൻ മെച്ചപ്പെടുത്താൻ സഹായിക്കും. വരാനിരിക്കുന്ന ക്വാർട്ടറുകളുടെ ഡിമാൻഡ് വർധനവും സ്റ്റോക്കിന് അനുകൂലമാണ്. ദീർഘകാലമായിട്ടുള്ള വിലയിടിവ് നേടുന്നതിനാൽ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ഉപയോഗിച്ച് അക്യുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് മികച്ച അവസരമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്റ്റോക്കുകളിൽ ഒന്നായിട്ട് നമുക്ക് ഏഷ്യൻ പെയിന്റ്സിനെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി ടെക്നിക്കൽ ലെവലുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ 52 വീക്ക് ലോ ആയിട്ടുള്ള 2150 ഒരു പ്രധാന സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കും. ഈ ഒരു സപ്പോർട്ട് ലെവലിന് താഴെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. മുകളിലേക്കാണെങ്കിൽ 2600 തൊട്ട് 2800 വരെ ടാർഗറ്റുകൾ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്റ്റോക്ക് മെറ്റൽ സെക്ടറിൽ നിന്നുള്ള വേദാന്തയാണ്. 271 റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വേദാന്ത ശ്രദ്ധേയമാകുന്നത്? കമ്പനിയുടെ ഡീമർജർ വാർത്തകൾ വിപണിയിൽ സജീവമായിട്ടുണ്ട്. സ്റ്റോക്കിന് ഒരു പ്രധാന ട്രിഗറായിട്ട് മാറാൻ സാധ്യതയുള്ള ന്യൂസാണ്. മെറ്റൽ വിലകൾ ഉയരുന്നത് വേദാന്തയ്ക്ക് ഗുണകരമാകും. ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കൽ കാരണം സ്റ്റോക്കിന്റെ RSI ആണ്. നിലവിൽ RSI 48 ലെവലിലാണ് ഉള്ളത്. ടെക്നിക്കൽ സപ്പോർട്ട് 260 സപ്പോർട്ട് സോൺ ബ്രേക്ക് ആവാത്തിടത്തോളം കാലം സ്റ്റോക്കിന്റെ പോസിറ്റീവ് കാഴ്ചപ്പാട് നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാം. ഈ ഒരു ലെവലുകൾക്ക് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് പരിഗണിക്കാവുന്നതാണ്. ഡീമർജർ വാർത്തകളും ഓവർസോൾഡ് കണ്ടീഷനും അനുകൂലമായ സ്റ്റോക്ക് 300 മുതൽ 350 വരെയുള്ള ടാർഗറ്റിലേക്ക് നീങ്ങാൻ നല്ല സാധ്യതയുണ്ട്. നല്ലൊരു ഡിവിഡന്റ് പ്ലെയർ എന്ന നിലയിലും നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. അപ്പോ ഈ ഒരു സ്റ്റോക്കിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. അപ്പോ മനസ്സിലാക്കിയത് ഇതൊക്കെയാണ്. മാർക്കറ്റിലെ തിരുത്തലുകൾ ആകർഷണീയമായ വിലയിൽ കിട്ടുന്ന തിരിച്ചുവരവിന് സാധ്യതയുള്ള 5 ഹൈ പ്രോബബിലിറ്റി സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയത്. പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. വിപ്രോ 250 എന്ന ആകർഷണീയമായിട്ടുള്ള പ്രൈസിലേക്ക് ബൈബാക്ക് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓവർസോൾഡ് RSIയും പ്രധാന ആകർഷണമാണ്. കൊട്ടാക് ബാങ്ക് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷമുള്ള ഒരു ഹൈ ലിക്വിഡിറ്റിയും മീൻ റിവേഴ്സൽ സാധ്യതകളും ഇതിനെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. HCL ടെക്നോളജീസ് എക്സ്ട്രീംലി ഓവർസോൾഡ് ആയിട്ടുള്ള RSI ഒരു മികച്ച ബൗൺസ് ബാക്കിനുള്ള അവസരം നമുക്ക് കാട്ടിത്തരികയാണ്. വലിയൊരു കറക്ഷന് ശേഷം ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജിക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റോക്കായിട്ട് മാറിയിരിക്കുകയാണ്. അവസാനമായിട്ട് വേദാന്ത ഡീമർജർ വാർത്തകളും എക്സ്ട്രീം ഓവർസോൾഡ് RSIയും ഒരു മികച്ച സ്വിംഗ് ട്രേഡിംഗിന് അവസരം തരും. മാർക്കറ്റിലെ കറക്ഷൻസ് കാണുമ്പോൾ നമുക്ക് പേടി തോന്നിയേക്കാം. പക്ഷേ സ്മാർട്ടായിട്ടും ശ്രദ്ധയോടെയും നോക്കിയാൽ നല്ല ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് മുന്നിലുണ്ട്. ഫണ്ടമെന്റൽസ് ഫോക്കസ് ചെയ്തിട്ടും ടെക്നിക്കൽസ് മനസ്സിലാക്കി ഓരോ സ്റ്റോക്കിനും വ്യക്തമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചും നല്ല ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുത്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഈ 5 സ്റ്റോക്കുകളിൽ ഏതാണ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ടോപ്പിലുള്ളത്? അത് എന്തുകൊണ്ടാണെന്നും കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഈ അനാലിസിസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കില്ലേ. അപ്പോ ഞങ്ങളുടെ വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാകില്ല. വീഡിയോ കണ്ടതിന് സന്തോഷം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.